ദുരിതാശ്വാസ നിധി സംഭാവനയ്ക്കെതിരെ ഇടത് സംഘടനാ കൺവെൻഷനിൽ രൂക്ഷ വിമർശനം. ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ കൺവെൻഷനിലാണ് വിമർശനമുയർന്നത്. നടക്കുന്നത് നിർബന്ധിത പിരിവെന്നും ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് സഹായം ലഭിച്ചുവെന്നും ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം പിരിവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടത് യൂണിയൻ തന്നെയാണ് പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് തരത്തിലാണ് അവരുടെ നിലപാട്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ മുഖ്യമന്ത്രി തന്നെ പ്രസിഡന്റായ കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരാണ് രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ശിശുക്ഷേമ സമിതിയുടെ സ്റ്റാഫ് യൂണിയൻ കൺവെൻഷനിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകണമെന്നൊരു ആവശ്യം പോലെ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അല്ലെങ്കിൽ സർക്കാരിന്റെ ആ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന രീതിയിലുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. തൊട്ടു പിന്നാലെ സംസാരിച്ച യൂണിയന്റെ, അതായത് ഈ ശിശുക്ഷേമ സമിതി സ്റ്റാഫ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള V അജികുമാർ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനം ഉയർത്തുകയായിരുന്നു. സെക്രട്ടറി എന്ന നിലയിൽ താൻ സമ്മതപത്രം നൽകിയില്ലെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പിന്നാലെ ജീവനക്കാരെ CWC ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി ഭീഷണിപ്പെടുത്തുകയാണെന്നും അജികുമാർ ഈ യോഗത്തിൽ ആരോപിച്ചിട്ടുണ്ട്. പിന്നാലെ പൊതുചർച്ചയിൽ CPM പ്രാദേശിക നേതാക്കളടക്കമുള്ള പ്രതിനിധികളും വിമർശനവുമായി എത്തി. CPMന്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ശകലം ലോക്കൽ കമ്മിറ്റിയിൽ വരെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ രീതിയിൽ ഈ സാലറി ചലഞ്ചിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. TMDRFന്റെ പേരിൽ സർക്കാർ നടത്തുന്നത് കൊള്ളയാണെന്നും വയനാട് ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരിൽ നിന്ന് പിടിച്ചറി നടത്തരുത് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ആയിരുന്നു സംഘടനാ പ്രതിനിധികൾ നടത്തി ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ CWC നിയമനങ്ങൾ മുഴുവൻ പാക്കേജ് സെന്ററിൽ നിന്നുള്ള പട്ടയക്ക് അനുസരിച്ചാണ് നടക്കുന്നതെന്നും ജീവനക്കാരുടെ കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലൊക്കെയുള്ളവർ നിയോഗിച്ച ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. അപ്പോൾ രൂക്ഷമായ വിമർശനം തന്നെ CMDRFനെതിരെ ഒരു ഇടത് സംഘടനയുടെ സമ്മേളനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യെസ്, അത് തന്നെയാണ്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.